മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ റിയാസും ലക്ഷ്മിയും തമ്മിലുള്ളൊരു വഴക്കാണ് നടക്കുന്നത്. ഓൾറെഡി വന്നപ്പോൾ തന്നെ നമ്മുടെ റിയാസ് ലക്ഷ്മിയോട് 1-2 തവണ ചൂടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ലക്ഷ്മിയോട് റിയാസ് ചോദിക്കുന്നു, ഞാൻ ഇവിടെ ഒരു ഗസ്റ്റ് അല്ലേ, എനിക്ക് എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് ജനറൽ മാനേജറായ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ എന്ന് ചോദിക്കുന്നു. അതിന് ലക്ഷ്മി 2 മിനിറ്റ്സ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. പക്ഷേ ഒരു ഹോട്ടൽ എന്നൊരു ടാസ്ക് നടക്കുമ്പോൾ ഗസ്റ്റിനെ ആണല്ലോ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു കാര്യത്തിൽ ലക്ഷ്മിക്ക് ചെറിയ രീതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതേ ചൊല്ലി തുടങ്ങിയ ഒരു ഫൈറ്റാണ്. പിന്നീട് റിയാസ് ലക്ഷ്മിയോട് തുറന്നു തന്നെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ആദിലയ്ക്കും നൂറയ്ക്കും എതിരെ അങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്നത്, അതായത് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നമ്മുടെ റിയാസ് ലക്ഷ്മിയോട് ചോദിക്കുന്നു. അതിന് ലക്ഷ്മി പറയുന്നത്, എനിക്ക് ഇവരുടെ സെക്ഷുവാലിറ്റിയോടോ അല്ലെങ്കിൽ ഇവരോടോ ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല, എനിക്കിത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല, ഇതെൻ്റെ കുട്ടികൾ കാണുന്ന ഷോ കൂടിയാണ്, പല തലമുറയിലുള്ള പല ജനറേഷനിലുള്ളവർ കാണുന്നതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യം നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇവരോട് എനിക്ക് വ്യക്തിപരമായി യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറയുന്നു. അതിന് റിയാസ് ചോദിക്കുന്നത്, നോർമലായ ഒരു കാര്യം എങ്ങനെ നോർമലൈസ് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്, ഇത് വളരെ നോർമലായ ഒരു കാര്യമാണ് എന്നാണ് റിയാസ് പറയുന്നത്. പക്ഷേ ലക്ഷ്മിക്ക് അങ്ങനെ നോർമലായി കാണാൻ സാധിക്കില്ല എന്ന് ലക്ഷ്മിയും പറയുന്നു. എന്തായാലും രണ്ടുപേരും ടാസ്ക് വിട്ട് വേറൊരു ടോപ്പിക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇത് പബ്ലിക്കായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നു. അതിന് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതായത് ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസും അവരുടെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ റെനയും ആദിലയും നൂറേനും സപ്പോർട്ട് ചെയ്ത് വരുന്നു, ഒനീൽ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്, അക്ബർ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ലക്ഷ്മി പറയുന്നത്, ഇത് എൻ്റെ പെർസ്പെക്റ്റീവാണ്, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, എനിക്കിത് നോർമലൈസ് ചെയ്യാൻ സാധിക്കും, എൻ്റെ കുട്ടി കാണുന്ന ഒരു ഷോയാണ്, അതുകൊണ്ട് തന്നെ എനിക്കിത് സാധിക്കില്ല എന്ന് തന്നെ ലക്ഷ്മി പറഞ്ഞ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പിന്നീട് ആദിലയും ഈ സംഭവത്തിൽ ഇടപെടുന്നു. അതായത് ആദിലയും നമ്മുടെ ലക്ഷ്മിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നത്, ഈ സംഭവം കഴിഞ്ഞ് ഇത്രയും ദിവസമായി, ഇതുവരെ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ ഇരുന്നിട്ട് ഇപ്പോൾ പുറത്തു നിന്നും ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ആ ആളുടെ ബലത്തിൽ എന്നോട് ചോദ്യം ചെയ്യരുതെന്നൊക്കെ നമ്മുടെ ലക്ഷ്മി ആദിലയോടും പറയുന്നു. അങ്ങനെ എന്തായാലും ഇപ്പോൾ റിയാസും ലക്ഷ്മിയും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. റിയാസ് ഓൾറെഡി ലക്ഷ്മിനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നതെന്ന് നമുക്ക് വ്യക്തമായിരുന്നു ആദ്യം തൊട്ടേ റിയാസിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ. റിയാസ് പറയുന്നത്, ഇത് ഓരോ വ്യക്തികളുടെയും ഹ്യൂമൻ റൈറ്റ്സ് ആണ്, അവരെ ഏത് സെക്ഷുവാലിറ്റിയിലാണോ ഉള്ളത് ആ സെക്ഷുവാലിറ്റി തന്നെ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട്, അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ ഇതെൻ്റെ പെർസ്പെക്റ്റീവാണ്, ഇതെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ കാഴ്ചപ്പാടാണെന്നൊക്കെ പറയുന്നത് എന്ത് തരത്തിലുള്ള ന്യായമാണെന്നാണ് നമ്മുടെ റിയാസ് ലക്ഷ്മിയോട് ചോദിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച്, അതായത് ലക്ഷ്മി ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ ഈ പറഞ്ഞതിനെക്കുറിച്ച് തന്നെ റിയാസ് പുറത്തു വെച്ച് തന്നെ പ്രതികരിച്ചൊരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അവസരം, അതായത് ലക്ഷ്മിനെ നേർക്ക് നേർ കിട്ടിയപ്പോൾ വീണ്ടും റിയാസ് അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. പിന്നെ ഈ കാര്യത്തിൽ നമുക്ക് ലക്ഷ്മിനെയും പൂർണ്ണമായും തെറ്റ് പറയാൻ സാധിക്കില്ല. ലക്ഷ്മി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിലും ഈ ഒരു സെക്ഷുവാലിറ്റി നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്ന് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മിയുടെ മാത്രം കാഴ്ചപ്പാടാണ്. അതിൽ ലക്ഷ്മി ഉറച്ചു നിൽക്കുന്നുമുണ്ട്. അങ്ങനെ എന്തായാലും ഇപ്പോൾ ലക്ഷ്മിയും റിയാസും തമ്മിലുള്ളൊരു ഫൈറ്റാണ് നടക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.